ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നാം അബ്രഹാമിൻ്റെ മക്കളാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അബ്രഹാമിൻ്റെ മക്കളാകണമെങ്കിൽ അവൻ്റെ വിശ്വാസം നമുക്ക് വേണം. അബ്രഹാമിൻ്റെ ദൈവത്തിന് കല്ലുകളിൽ നിന്ന് പോലും അപ്പമുണ്ടാക്കുവാൻ കഴിയുമായിരുന്നു. ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് സകലതും നിർമ്മിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസമായിരുന്നു അബ്രഹാമിൻ്റേത്. ഈ വിശ്വാസമുണ്ടെങ്കിലേ ദാനം ചെയ്യുവാൻ സാധിക്കൂ. എൻ്റെ പോക്കറ്റിൽ ധനമിരിക്കെ അത് എൻ്റെ മക്കളുടെ മക്കൾക്ക് മാറ്റിവെച്ചിട്ട് നമ്മുടെ മുൻപിൽ ഒരു ദരിദ്രൻ വന്ന് നിൽക്കുമ്പോൾ അവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ദൈവമെല്ലാം നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നു പറഞ്ഞയക്കുന്നത് ഒരു അവിശ്വാസിയുടെ പ്രാർത്ഥന പോലെയാണ്. അതുകൊണ്ട് നിനക്കോ അവനോ ഒരു പ്രയോജനവുമില്ല. വിശ്വാസമെന്നത് ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ നമുക്കുള്ള ധനം, സമ്പാദ്യങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ നാം എന്തു വിശ്വസിക്കണം? ഇല്ലാത്ത ഇടത്തുനിന്ന് വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിക്കണം. നമുക്ക് കൊടുക്കുവാൻ സാധിക്കാത്തതിൻ്റെ കാരണം അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പകുതി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. എനിക്കുള്ളത് ആ സഹോദരന് കൊടുത്തേക്കാം. എന്നെ നടത്താൻ കഴിയുന്നവൻ കൂടെയുണ്ടെന്ന് ചിന്തിക്കുവാൻ അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്കാവശ്യമാണ്. കർത്താവ് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ഭവനത്തിൽ വിവാഹം നടക്കുമ്പോൾ വഴിയിലുള്ള മുടന്തരെ, കുരുടരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക. എന്നാൽ നമ്മൾ ആരെയാണ് വിവാഹത്തിന് വിളിക്കുന്നത്? ദൈവ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ വടിയോ ചെരിപ്പോ ഭാണ്ഡമോ എടുക്കരുത്. ചെല്ലുന്നിടത്ത് ഉള്ള സൗകര്യത്തിൽ താമസിക്കുക. നമ്മിൽ എത്ര പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്? യേശുവിൻ്റെ നീതി ചെറുതൊന്നുമല്ല. ഗിരിപ്രഭാഷണത്തിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവാലോചന കേട്ടനുസരിക്കുവാൻ നമുക്ക് മുൻപിൽ ഇനിയും അവസരമുണ്ട്. വിശ്വാസം പറയുവാനുള്ളതല്ല, ഹൃദയത്തോട് ചേർത്ത് പ്രവർത്തിക്കുവാനുള്ളതാണ്. യാക്കോബ് 2:14. ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.